നമസ്കാരം. റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുന്നവരാണോ നിങ്ങൾ? PM കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇനിയും ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക അനർഹർ വാങ്ങുന്നുണ്ടെന്ന് നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പരിശോധനകൾ കർശനമാക്കുകയും പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ജോലിയുള്ളവർ കർഷകരാണ് എന്ന രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നതും അതേപോലെ ആദായനികുതി അടക്കുന്നവരും അതുപോലെ സർവീസ് പെൻഷൻ 10,000 രൂപയും അതിനു മുകളിലും ലഭിക്കുന്നവരും ഈ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെയെല്ലാം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പനുസരിച്ച് 2019 ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കിസാൻ സമ്മാൻ നിധി വാങ്ങിയവരും അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ ഒന്നിലധികം വ്യക്തികളും ഈ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റും കണ്ടെത്തി കൃത്യമായി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ അബദ്ധവശാൽ കയറിയിട്ടുണ്ടോ എന്നും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ അക്കൗണ്ടിനോ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ച രേഖകളിലോ വന്നിട്ടുണ്ടോ എന്നും നമ്മൾ പരിശോധിച്ചിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കർഷകരും നിർബന്ധമായും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. pmkisan.gov.in എന്നതാണ് PM കിസാനിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്. KYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയവയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് 2,000 രൂപ ആനുകൂല്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അബദ്ധവശാൽ രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എല്ലാ കർഷകരും പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണം നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ പോലും നമ്മുടെ രേഖകൾ അനർഹമായി തുക കൈപ്പറ്റുന്നവരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനും പരിഹരിക്കാനും കഴിയും. ഇതിൽ ഭൗതിക വെരിഫിക്കേഷൻ എന്നൊരു കടമ്പ കൂടിയുണ്ട്. പ്രശ്ന സാധ്യതയുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളെ നേരിട്ട് കൃഷി വകുപ്പിൽ നിന്നോ മറ്റുള്ള സർക്കാർ വകുപ്പുകളിൽ നിന്നോ ഉള്ള ഉദ്യോഗസ്ഥർ കണ്ടെത്തി കൃത്യമായി സ്ഥിരീകരിക്കുന്ന സംവിധാനം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകർ ഓൺലൈൻ വഴിയോ സ്മാർട്ട് ഫോൺ വഴിയോ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഇനിയും 2,000 രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കിസാൻ സമ്മാൻ നിധിയിൽ അനർഹമായാണ് തുക കൈപ്പറ്റിയിരുന്നത് എങ്കിൽ സ്വമേധയാ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ അവസരവുമുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരില്ല. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും കിസാൻ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ അത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.